Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LCM എന്താന്ന് പറഞ്ഞു, ലോവസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിൽ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. LCM of 2 or more numbers cannot be less than the number. LCM ഒരിക്കലും ആ നമ്പേഴ്സിനേക്കാളും ചെറുതാവില്ല. പിന്നെ LCM of 2 numbers when one of them is a factor of other is the greater number itself. അതായത് രണ്ട് നമ്പേഴ്സിൽ ഒന്ന് മറ്റേതിന്റെ ഫാക്ടർ ആണെങ്കിൽ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും LCM. നെക്സ്റ്റ് തേർഡ് വൺ, the LCM of two co-primes is the product. രണ്ട് പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അതിന്റെ LCM. Next we have to study two methods of finding LCM. First one, prime factorization method. Second one, LCM by division method. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് രണ്ടാമത്തെയാണ്, ഡിവിഷൻ മെത്തേഡ്. അതായത് രണ്ടോ അതിലധികമോ രണ്ടോ മൂന്നോ നാലോ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിവിഷൻ മെത്തേഡാണ്. എന്നാൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില് അല്ലെങ്കിൽ വേണ്ട, ടെക്സ്റ്റുകളിൽ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. പേജ് നമ്പർ 110 ഒന്ന് എടുത്തേ. എടുത്തോ? അതിനകത്ത് LCM by prime factorization method എന്നുണ്ടോ? Find the LCM of 36, 54 and 60. ഇതിന്റെ എല്ലാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാലോ, ഓരോ നമ്പേഴ്സിന്റെയും പ്രൈം ഫാക്ടേഴ്സ്. ഫസ്റ്റ് 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 36നെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 18 കിട്ടി. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 കിട്ടി. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 കിട്ടി. ദെൻ 54നെ അതേപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് 2 into 3 into 3 into 3 into 1. ദെൻ 60യെയും നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്തു. 60യെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 into 2 into 3 into 5 എന്ന് കിട്ടി. അപ്പൊ ഈ മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് 36നെ 2 into 2 into 3 into 3. സെക്കൻഡ് 54നെ 2 into 3 into 3 into 3. 60യെ 2 into 2 into 3 into 5. ഇതില് നമ്മൾ ആദ്യം 36ന്റെ എടുത്ത് നോക്കിയാൽ 36ല് 2 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുക. 36ല് പ്രൈം നമ്പേഴ്സിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതുന്നതിൽ എത്ര 2 ഉണ്ടെങ്കിലും ആ 2 ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. 2 കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാ? 3 അല്ലേ? നെക്സ്റ്റ് നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സിൽ, അതായത് 54ന്റെ പ്രൈം ഫാക്ടേഴ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള 3 എല്ലാം നമ്മൾ അങ്ങ് എടുത്തു. 3 3 ഉണ്ട് അവിടെ, 3 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്പർ 60. 60ന്റെ പ്രൈം ഫാക്ടേഴ്സിൽ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ 5. 5 വരുന്നുണ്ടോ നോക്കുക. ആ 5 നമ്മൾ അങ്ങ് എടുത്തു. ഓക്കെ, എന്നിട്ട് അതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 2 into 2 into 3 into 3 into 3 into 5. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 540 എന്ന് കിട്ടും. അതായത് 36ന്റെയും 54ന്റെയും 60യുടെയും LCM എന്ന് പറഞ്ഞാൽ 540. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറെ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതുകൊണ്ട് ആ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണ്ട. നെക്സ്റ്റ് മെത്തേഡ്, ഇതിപ്പോ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? നോ, ഒന്നുമില്ല. ആദ്യം നമ്മൾ എല്ലാ നമ്പേഴ്സും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു.
പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി. അത് എഴുതാൻ അറിയാലോ. 36നെ 2 × 2 × 3 × 3 എന്ന് എഴുതി. 54നെ 2 × 3 × 3 × 3 എന്ന് എഴുതി. 60യെ 2 × 2 × 3 × 5 എന്ന് എഴുതി. പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിനെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. ഇനി 36ഉം 54ഉം 60യും എടുത്താൽ അതിലാദ്യം നമ്മള് 36ലെ 2 മാത്രം കൺസിഡർ ചെയ്യുന്നു. 2 ആണ് ആദ്യത്തെ പ്രൈം നമ്പർ. 36ൽ 2 മാത്രം കൺസിഡർ ചെയ്തു. അപ്പൊ എന്തായി? 2 × 2. നെക്സ്റ്റ് 54ലെ 3 മാത്രം കൺസിഡർ ചെയ്യുന്നു. 3 × 3 × 3. ദെൻ 60ലെ 5 മാത്രം. 2ഉം കഴിഞ്ഞു 3ഉം കഴിഞ്ഞു. 60ലെ 5 മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്പൊ 2 × 2 × 3 × 3 × 3 × 5. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ LCM കിട്ടും. ഇതിപ്പോ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 കഴിഞ്ഞിട്ട് അടുത്ത നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതിയാൽ അതിൽ 7 വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അതിനേക്കാളും ബെസ്റ്റ് മെത്തേഡ് ഡിവിഷൻ മെത്തേഡാണ്. നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്തു വരുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും 3 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോ 15 അത് രണ്ടെണ്ണത്തിന്റെ നോക്കാം. 15ന്റെയും 15 50 15ഉം 50ഉം ഇതിന്റെ LCM എങ്ങനെ കണ്ടുപിടിക്കണ്ടേ നോക്കാം. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ മാത്രം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15നെ പറ്റില്ല, അതുകൊണ്ട് 15 അതേപോലെ തന്നെ താഴേക്ക് എടുത്തെഴുതി. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് 15 അതേപോലെ തന്നെ എടുത്തെഴുതി. 50നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും അല്ലെ? 25 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് നമ്പറിലും നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 3 കൊണ്ട് 15നെ ഡിവൈഡ് ചെയ്യാലോ, 5 കിട്ടി. 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 25 അതേപോലെ തന്നെ എടുത്തെഴുതി. ഓക്കെ, ഇത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 കിട്ടും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അഗൈൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 5നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇനി എങ്ങനെ LCM കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × 3 × 5 × 5, 2 × 3 × 5 × 5 എത്ര കിട്ടും? 2 × 3 6, 6 × 5 30, 30 × 5 150. അതായത് 15ന്റെയും 50യുടെയും LCM 150 ആണ്. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 24 36, 24ഉം 36ഉം ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 12 കിട്ടും. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. അഗൈൻ നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
6 എന്ന് കിട്ടും, 9 എന്ന് കിട്ടും. നമുക്കിവിടെ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 3 എന്നും കിട്ടും. ഇവിടെ രണ്ട് പ്രൈം നമ്പേഴ്സ് തന്നെയല്ലേ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്, 2 ഉം 3 ഉം. അഗൈൻ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 into 3 into 2 into 3 equal to 2 into 2 4, 4 into 3 12, 12 into 2 24, 24 into 3 24 into 3 2 72. അതായത് 24ന്റെയും 36ന്റെയും LCM എന്ന് പറയുന്നത് 72. മനസ്സിലായില്ല? മനസ്സിലായോ? നോക്കട്ടെ, മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം അല്ലേ? ഓക്കെ, ലിസൺ. $25 30 25ന്റെയും 30ന്റെയും LCM കണ്ടുപിടിക്കണം. ആദ്യം നമ്മള് ചെയ്യാൻ പറ്റുന്ന അത്രയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 25 എന്ന് തന്നെ എഴുതി. 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15. ഇനി ഈ രണ്ട് നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 25 എന്ന് തന്നെ എഴുതി. 15നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 എന്ന് കിട്ടും അല്ലേ? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. ഇനി നമുക്ക് 3 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഇവിടെ കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് കിട്ടിയിരിക്കുന്നതെല്ലാം പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 into 5 into 5 equal to 2 into 3 6, 6 into 5 30, 30 into 5 150. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നോക്കട്ടെ, ആർക്കാ മനസ്സിലാവാത്തെ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിക്കാം. ഒന്നുകൂടി പറയണം, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. Mm. 36 52 36ഉം 52ഉം ആദ്യം നമ്മൾ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയ 2 കൊണ്ടാണ് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 52നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 26 കിട്ടും. Then again നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30. ഇനി രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 13നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 3ഉം 13ഉം എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അതിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 2 into 3 into 3 into 13. 2 into 2 into 3 into 3 into 13. 2 into 2 4 into 3 12 into 3 36 into 13 is equal to 468. അതായത് 36ന്റെയും 52ന്റെയും LCM എന്ന് പറഞ്ഞാൽ 468. ഇപ്പൊ മനസ്സിലായോ? ആരെയും കാണുന്നില്ലല്ലോ. മനസ്സിലായോ? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. രണ്ട് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ 20യുടെയും 25ന്റെയും 20 and 25 പറ്റുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്ക്. ന്റെയും 25ന്റെയും LCM കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഇതിനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറായി എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2നെ കൊണ്ട് നമ്മൾ 20യെ ഡിവൈഡ് ചെയ്തു, 10 കിട്ടി. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 25 എന്ന് തന്നെ എഴുതി. ഇനി നമുക്ക് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 25നെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 25 എന്ന് തന്നെ എഴുതാം. നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 5നെ പറ്റില്ല, 25നെ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 25നെ ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഇനി നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് പ്രൈം നമ്പേഴ്സ് തന്നെയല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 5 into 5 is equal to 2 into 2 4, 4 into 5 20, 20 into 5 100. അതായത് 20യുടെയും 25ന്റെയും LCM എന്ന് പറയുന്നത് 100 ആയിരിക്കും. ആൻസർ ശരിയായ ആരെങ്കിലും ഉണ്ടോ ചെയ്തിട്ട് ഇത്ര വരെ എത്തിയത്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി അതൊന്നും കൂടി പറഞ്ഞു തരണോ? ഇനി വേണോ? പ്രോബ്ലം വേണോ? വേണോ? 3 നമ്പേഴ്സിൽ ഒരു പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 111 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 111. അതിനകത്ത് ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? Find the LCM by division method. അതിൽ ഫസ്റ്റ് വൺ 16 20 24. അതിന്റെ മാത്രം ഒന്ന് ചെയ്ത് നോക്കിയേ. 16 20 24. 16 ഒന്ന് വേണമെങ്കിൽ ചെയ്തു തരാം. 20 24. ആദ്യം നമ്മൾ 3 നമ്പേഴ്സിനും ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
16 ചെയ്താൽ 8 എന്ന് കിട്ടും. 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. 24 ചെയ്താൽ 12 എന്ന് കിട്ടും. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 5 6. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2 5 6നെ ഡിവൈഡ് ചെയ്താൽ 3. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 5 3. ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 1ഉം 5ഉം 3ഉം എന്ത് തന്നെയാണ്? പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അത് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ LCM എങ്ങനെ കണ്ടുപിടിക്കും? 2 into 2 into 2 into 2 into 5 into 3. ആ ഇടയിലുള്ള 1 എഴുതണം എന്നില്ല, കാരണം നമ്മൾ 1നെ കൊണ്ട് പൊതുവെ മൾട്ടിപ്ലൈ ചെയ്യാറില്ലല്ലോ. 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 5 80, 80 into 3 240. അപ്പൊ 16ന്റെയും 20ന്റെയും 24ന്റെയും LCM എന്ന് പറഞ്ഞാൽ 240. മനസ്സിലായോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 20 48 64. അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. 20 48 64 9ാമത്തെ ക്വസ്റ്റ്യൻ. അത് മാത്രം ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ മെത്തേഡ് ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. എന്നിട്ട് നമുക്ക് അതിന്റെ വേർഡ് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അത് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Bye, Miss. Thank you, Miss.